ഇവിടെ കാണേണ്ടത് സപ്ലൈകോ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഈ കോർപ്പറേഷൻ അതുപോലെ തന്നെ നിലനിൽക്കുക. താങ്കൾ പറഞ്ഞ ഉദ്ദേശം മാർക്കറ്റ് ഇന്റർവെൻഷൻ, ജനങ്ങൾക്ക് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ന്യായമായ വിലയ്ക്ക് സാധന സാമഗ്രികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടായത്. പഴയ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കോർപ്പറേഷൻ നിലനിൽക്കണമെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ബ്രീത്തിങ് സ്പേസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സബ്സിഡികൾ കുറയ്ക്കുന്നു, അതൊരു ശ്രമമാണ്. പക്ഷേ എന്നാലും ബാധ്യത സപ്ലൈകോയെ സംബന്ധിച്ചുണ്ട്. ഇതുപോലെയാണ് ഓരോ സ്ഥാപനങ്ങളുടെയും അവസ്ഥ. അപ്പോൾ കേരളം ഞെരുങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്നവരാണ്. കേന്ദ്രം എന്തു ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളം ഒരു കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി അതിനകത്ത് ഒരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തോടും കേരളത്തോടും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും നിലപാടുകൾ വീണ്ടും കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നോക്കൂ, ഇവിടുത്തെ സാഹചര്യം കൂടി പരിഗണിച്ച് എമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, അയഞ്ഞ ഒരു സമീപനത്തിലേക്ക് കേന്ദ്രവും കൂടി പോയാലല്ലേ കാര്യങ്ങൾ നടക്കൂ. അഭിലാഷ്, താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം ഇവരെ ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ യു പിയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച വന്നു. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. യു പിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് 2% വോട്ടാണ്. അതിനേക്കാൾ താഴെയാണ് ഈ നോട്ടയുടെ സ്ഥാനം പോലും ഇല്ല CPM-ന്. എന്നിട്ടാണ് പറയണത് ഇവർ ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ അങ്ങോട്ട് BJP അട്ടിമറിക്കാമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, 50% വോട്ടോടു കൂടിയാണ് BJP യു പിയിൽ ഭരിക്കുന്നത്. അപ്പോൾ ഈ 50% വോട്ട് കിട്ടണമെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഈ സപ്ലൈകോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ സപ്ലൈകോയുടെ പേരല്ലാത്ത പല പേരുകളാൽ ഇപ്പോൾ അന്നയോജന, ഗ്രാമീണ അന്നയോജന യു പിയിലുണ്ട്. അവിടെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിലുണ്ട്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? ഒന്നും മറ്റു സ്ഥലത്തില്ല, എല്ലാം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പറയുന്ന വിവരം തീരെ കെട്ട ചില സമീപനങ്ങളാണ് ഈ ഇടതുപക്ഷ ചില ആളുകൾ ഇവിടെ വന്നിരുന്ന ഈ ചർച്ചയിൽ പറയുന്നത്. അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്താ, പെൻഷൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഗോവയിലുണ്ട്, ഹരിയാനയിലുണ്ട്. ഹരിയാനയിൽ 3250 രൂപയാണ് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇവിടെ 1600. ഇനി പെട്രോളിൻ്റെ ചാർജ് ഗുജറാത്തിൽ 94 രൂപയേ ഉള്ളൂ പെട്രോളിൻ്റെ ചാർജ്. ഇവിടെ 110 രൂപയാണ് പെട്രോളിൻ്റെ ചാർജ്. ഗുജറാത്തിൽ 94 രൂപയേ ഉള്ളൂ. അത് പോട്ടെ, ഞാൻ അഭിലാഷ് മോഹനോട് ചോദിക്കുക ഒരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും കാരണവശാൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഒരു വ്യത്യസ്തമായിട്ട് ഞെരുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിൽ തീരെ താല്പര്യം കാണിക്കുന്നില്ല, സഹായിക്കുന്നില്ല, ഇങ്ങനെ പറയാൻ പറ്റുമോ അഭിലാഷേ? ഞാൻ ചോദിക്കട്ടെ, 3.9 അതായത് 4 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ട് ഏതാണ്ട് 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു, സൗജന്യമായിട്ടുള്ള അരി കൊടുക്കുന്നു. ഈ അരി കേരളത്തിന് കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കണേ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ട് ഈ അരി കേരളത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാ? അയ്യോ, ഇതൊരു മര്യാദകേടാ, ഇത് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ്. ഈ അരി കേരളത്തിൽ കൊടുക്കുന്നില്ലേ? എന്താണ് കേരളത്തിന് കൊടുക്കാതെ മറ്റ് സംസ്ഥാനത്തിന് കൊടുത്ത് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ പറയും മറ്റേ GSTയുടെ കോമ്പൻസേഷനൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. ഇനി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഈ നാടിന്, ഈ കേരളത്തിന് 1 രൂപ കൂടുതൽ കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങളും കൂടെ നിൽക്കാം, ഒരുമിച്ച് നമുക്ക് പോവാം, ചോദിക്കാം. വെറുതെ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞതുകൊണ്ട് എല്ലാം കിട്ടുമോ? നരേന്ദ്രമോദിയെ തെറി പറയല്ല, വസ്തുനിഷ്ഠമായി പറയണം. ഇപ്പോൾ 57,400 ആ ചങ്ങാതി ഇവിടെ വന്നിട്ട് സംസാരിച്ചു. ഇത് ധനമന്ത്രി പറയുന്നു. പക്ഷേ തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമി പോലെയുള്ള വേറൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞത് 57,400 കാര്യം എനിക്കറിയില്ല, 1150 കാര്യം എനിക്കറിയാം. അപ്പോൾ തോമസ് ഐസക്കിന് 1150, 57,400 ബാലഗോപാലിന്. ഇത് ഈ 57,400 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമ്മച്ചം പറയാണ്. കിട്ടേണ്ട പൈസ 1 രൂപയുണ്ടെങ്കിൽ കിട്ടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ജൽ ജീവൻ പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ലേ? അന്നയോജന ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ലേ? മുദ്ര ലോൺ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ലേ? മാതൃവന്ദന പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിൽ കൊടുക്കുന്നില്ലേ? കേരളത്തിൽ കൊടുക്കുന്നില്ല. ഇവിടെ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായി കേരളത്തെ ചെറുതാക്കുന്നു. ഇതൊരു അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഒരു ആരോപണമല്ലേ, ഒരു രാഷ്ട്രീയ ആരോപണമല്ലേ? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് പോലും ആ രാഷ്ട്രീയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്? വാസ്തവത്തിൽ എന്താ, ഇതൊരു വൃത്തികെട്ട അടിസ്ഥാനരഹിതമായ ഒന്നുമില്ലാത്തൊരു ആരോപണമാണ്.
ഞാൻ നേരത്തെ സപ്ലൈകോയുടെ 4000 കോടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു ഇല്ലല്ല 2354 കോടിയേ ഉള്ളൂ. ശരിയാണ്, അത് ഡയറക്റ്റാണ്. 3384 പെർമനൻ്റ് ആയിട്ടുള്ള ജോലിക്കാരും ഏതാണ്ട് 6462 പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി ആയിട്ടുള്ള ആളുകളും ഈ സപ്ലൈകോയിലുണ്ട്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, അതിന് പലിശ അടക്കണം. ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങളുടെ കടക്കണി നോക്കുമ്പോൾ അത് 4000-അടുത്താണ്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാമല്ലോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. 357 കോടി രൂപ 2016. ശരി, ഈ 2016 നിന്ന് 7 വർഷം ആകുമ്പോഴേക്കും ഈ 2584 കോടി ആയത് എങ്ങനെ? അതിൻ്റെ കാരണം സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പരിരക്ഷ കൊടുക്കാതെ, സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പണം കൊടുക്കാതെ ഇവർ വിദേശ ടൂറിന് പണം ചെലവാക്കി, ഇവരെ ചാണകക്കുഴി ഉണ്ടാക്കാൻ പണം ചെലവാക്കി, ഇവർ നീന്തൽക്കുളം ഉണ്ടാക്കാൻ പണം ചെലവാക്കി, ഇവർ കേരളീയം ഉണ്ടാക്കാൻ പണം ചെലവാക്കി. നിഷേധിക്കാൻ പറ്റുമോ? അതിനൊന്നുമല്ല പണം ചെലവാക്കേണ്ടത്. ആദ്യം പണം ചെലവാക്കേണ്ടത് സപ്ലൈകോയ്ക്ക്. പാവപ്പെട്ടവന്റെ വിഷയ, പാവപ്പെട്ടവന്റെ കാര്യ, അതാണ് പ്രശ്നം. ശരി, ഓക്കെ, അതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ